കുടവയർ ഒഴിവാക്കാമെന്ന പരസ്യം കണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ യുവതി കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തുന്നു. ശേഷം കഴിഞ്ഞ 3 മാസങ്ങളായി യുവതി അനുഭവിക്കുന്നത് തീരാ ദുരിതം. അണുബാധ ബാധിച്ചതുമൂലം കൈകാലുകളിലെ 9 വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നു. ശസ്ത്രക്രിയ നടന്ന കോസ്മെറ്റിക് ആശുപത്രിക്കെതിരെ കുടുംബം ഉന്നയിക്കുന്നത് ഗുരുതര ആരോപണങ്ങളാണ്. ലൈസൻസ് ഇല്ല, ആംബുലൻസ് ഇല്ല, ICU വെന്റിലേറ്റർ സംവിധാനങ്ങളില്ല. കൊട്ടാരക്കര സ്വദേശിയുടെ മരണകാരണവും ആശുപത്രിയിലെ ചികിത്സയെന്ന് കുടുംബം. സാധാരണപ്പെട്ടവർക്ക് മനസ്സിലാവും ചികിത്സ പിഴവുണ്ടെന്ന്. ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഒന്ന് ഓപ്പറേഷൻ ചെയ്ത് അവിടെ കൊണ്ടുവരുമ്പോൾ ഉച്ചയ്ക്ക് കൊണ്ടുവരുന്നു, കുട്ടിക്ക് അതീവ ഗുരുതരമാണ്, ക്ഷീണമാണ്, ഇതെല്ലാം വിളിച്ചു പറയുകയാണ്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞത് പിറ്റേ ദിവസം രാവിലെ എത്തിക്കാനാണ് പറഞ്ഞത്. പിന്നെ അവിടെ ആംബുലൻസ് സൗകര്യമില്ല, മറ്റുള്ള സൗകര്യങ്ങൾ ഒന്നുമില്ല, ക്ലിനിക്ക് നടത്താനുള്ള ലൈസൻസുമില്ല. എന്നിട്ടും പ്രതികളെ രക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് മെഡിക്കൽ ബോർഡ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ഈ പ്രസ്താവന വന്നപ്പോൾ, ബോർഡിൻ്റെ തീരുമാനം വന്നപ്പോൾ നമുക്കത് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. വിഷയം വിവാദമായതിനു പിന്നാലെയാണ് ആശുപത്രി ക്ലിനിക്കൽ രജിസ്ട്രേഷനുള്ള നടപടികൾ ആരംഭിച്ചതുപോലും. പിന്നാലെ തിടുക്കത്തിൽ ലഭിച്ച ഈ ക്ലിനിക്കൽ രജിസ്ട്രേഷൻ റദ്ദു ചെയ്യപ്പെടുന്നു. വൈകിയ വേളയിലെങ്കിലും ആശുപത്രി ലൈസൻസ് മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നില്ലെന്ന് കണ്ടെത്തൽ. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ അന്ന് രാത്രി എക്സ്പ്ലോറേറ്ററി ലാപ്രോട്ടമി എന്ന് പറഞ്ഞ ഒരു സർജറി നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. അതായത് 2.5 മാസമായിട്ടും അത് തുറന്ന് തന്നെയാണ് ഇരിക്കുന്നത്. അതിനാണ് ഇപ്പോൾ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്തിരിക്കുന്നത്. അത് സക്സസ് ആയാൽ മാത്രമേ അതിൽ സ്കിൻ വന്ന് ഓടി ആ മുറിവ് ഉണങ്ങുകയുള്ളൂ. അപ്പോൾ അതുവരെ അണുബാധ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വീണ്ടും ഗുരുതരാവസ്ഥയിലോട്ട് പോകും. ഇമ്മ്യൂണിറ്റി കുറവായതിനാൽ അത് നല്ലതുപോലെ ഉണങ്ങിക്കഴിഞ്ഞാലേ നമ്മളൊരു പൂർണ്ണ ആരോഗ്യസ്ഥിതി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. എന്നാൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും മെഡിക്കൽ ബോർഡിന്റെയും കണ്ടെത്തൽ മറ്റൊന്നാണ്. അതിസങ്കീർണമായ മെഡിക്കൽ സാഹചര്യമെന്നാണ് നിരീക്ഷണം. മെഡിക്കൽ റിപ്പോർട്ട് എത്തിക്സ് കമ്മിറ്റി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇനി സമഗ്രമായ റിപ്പോർട്ടിന് ശേഷം തുടർ പോലീസ് നടപടികൾ. നിയമപോരാട്ടം തുടരുമെന്നും വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്നും യുവതിയുടെ മാതാപിതാക്കളും ആവശ്യപ്പെടുന്നു. ക്യാമറമാൻ ഷൈദുൽ ചാവശ്ശേരിക്കൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം.